മക്കളെ, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. ഫൈസൽ സാർ ആണ്. യെസ്, നമ്മുടെ SLC അതുപോലെ തന്നെ മോഡൽ എക്സാമിനേഷൻ ഇത് രണ്ടും നമ്മുടെ മുമ്പിലേക്ക് വരികയാണ്. വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമാണ് ആക്ച്വലി നമ്മുടെ മുമ്പിൽ വരുന്നത്. നിങ്ങളെല്ലാം പലരും IT എക്സാംസുകളൊക്കെ എഴുതുന്ന തിരക്കിലായിരിക്കും. പല ആളുകൾക്കും IT എക്സാം ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായിരിക്കും. ഈ സമയത്ത് എന്റെ ഒരുപാട് മക്കൾ ചോദിക്കുന്ന ഒരു കാര്യമാണ്, സാറേ എക്സാമിനേഷൻ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ പാറ്റേൺ എങ്ങനെയായിരിക്കും? കാരണം എന്താ വെച്ചാൽ സോഷ്യൽ സയൻസ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഓപ്ഷണൽ ചാപ്റ്റേഴ്സും കമ്പൽസറി ചാപ്റ്റേഴ്സും ഉണ്ട്. അപ്പൊ സാറേ ഞങ്ങൾ ഈ ഓപ്ഷണൽ ചാപ്റ്റർ പഠിക്കേണ്ടതുണ്ടോ? അഥവാ ഞങ്ങൾ 2 ചാപ്റ്ററും പഠിച്ചു, അതുകൊണ്ട് വല്ല ബെനിഫിറ്റും ഞങ്ങൾക്ക് കിട്ടുന്നുണ്ടോ? 2 ക്വസ്റ്റ്യനുകളും ഞങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുമോ? പിന്നെ അടുത്തൊരു ചോദ്യം ഇതുപോലെ തന്നെ ചോദിക്കുക, സാറേ മോഡൽ എക്സാമിന് ഞങ്ങൾ 21 ചാപ്റ്റർ പഠിക്കണോ, അതോ ഓപ്ഷണൽ ചാപ്റ്റർ ആ ഒരു പാറ്റേൺ തന്നെ ഫോളോ ചെയ്താൽ മതിയോ എന്നുള്ള ഇതിനൊക്കെയുള്ള സൊല്യൂഷൻ ആണ് ആക്ച്വലി ഇന്നത്തെ നമ്മുടെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. സോ ആരും തന്നെ മിസ്സാക്കാതെ മുഴുവനായിട്ടും നിർബന്ധമായിട്ടും കാണണമെന്നാണ് എനിക്ക് ഫസ്റ്റ് തന്നെ പറയാനുള്ളത്. ഫസ്റ്റ് കാര്യം നിങ്ങളോട് പറയാനുള്ളത്, SLCയുടെ സെയിം പാറ്റേൺ തന്നെ ആയിരിക്കും നിങ്ങൾക്ക് മോഡൽ എക്സാമിനേഷനും ഉണ്ടായിരിക്കുക. അതുകൊണ്ട് SLCക്ക് പഠിക്കുന്ന അതേ കാര്യങ്ങൾ തന്നെയാണ് മോഡൽ എക്സാമിന് വേണ്ടി പഠിക്കേണ്ടത്. അല്ലാതെ അതിന് വേണ്ടി സെപ്പറേറ്റ് ചെയ്തിട്ട് ഈ ഓപ്ഷണൽ ചാപ്റ്റേഴ്സ് ഒന്നും നിങ്ങൾ എടുത്തിട്ട് പഠിക്കേണ്ട ആവശ്യമില്ല. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ നമ്മൾ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിന്റെ പാറ്റേണിലേക്ക് പോകാം. അത് ആ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ പാറ്റേൺ കാണിച്ചു തന്നാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാകും എന്നുള്ളത് കൊണ്ടാണ് ഞാൻ കഴിഞ്ഞ കൊല്ലം വന്നിട്ടുള്ള SLCയുടെ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഈ എടുത്തിട്ടുള്ളത്. 2024 SLCയിൽ എന്താണ് വന്നിട്ടൊരു ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഇവിടെ നമ്മൾ ഒരു ഇംഗ്ലീഷ് മീഡിയം ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിക്കോ, കുഴപ്പമൊന്നുമില്ല. മലയാളം മീഡിയം മക്കളാണ്, പ്രശ്നമൊന്നുമില്ല. ഇവിടെ നമ്മളോട് പറഞ്ഞ ഫസ്റ്റ് തിങ് എന്ന് പറയുന്നത് ഇവിടെ പാർട്ട് എയും ഉണ്ട്, പാർട്ട് ബിയും ഉണ്ട്. ആൻസർ ഓൾ ദി ക്വസ്റ്റ്യൻസ് ഇൻ പാർട്ട് എ. പാർട്ട് എയിലെ എല്ലാ ചോദ്യങ്ങൾക്കും ആൻസർ ചെയ്തിരിക്കണം. ആൻസർ എനി വൺ ക്വസ്റ്റ്യൻ ഫ്രം ദ ക്വസ്റ്റ്യൻസ് ഗിവൺ അണ്ടർ ദ ഈച്ച് ക്വസ്റ്റ്യൻ നമ്പർ പാർട്ട് ബി. പാർട്ട് ബിയിലുള്ള ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്താൽ മതി. അത് എങ്ങനെയാന്നുള്ളത് പറയാം. പാർട്ട് എയിൽ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു ഫുൾ മാർക്ക് ഫുൾ ക്വസ്റ്റ്യൻസിനും നിങ്ങൾ അറ്റൻഡ് ചെയ്യണം. അവിടെ നിങ്ങൾക്ക് ഓപ്ഷനുകളില്ല എന്ന് വെച്ചാൽ കമ്പൽസറി ക്വസ്റ്റ്യൻസുകളാണ്. കമ്പൽസറി ആണ്. ഇവിടെ 5 നിങ്ങൾക്ക് 1 വേർഡ് ക്വസ്റ്റ്യൻസുകൾ ഉണ്ടാവും. 5 1 വേർഡ് ക്വസ്റ്റ്യനുകൾ ഉണ്ടായിരിക്കും. അത് കഴിഞ്ഞാൽ 3 മാർക്കിന്റെ ചോദ്യങ്ങൾ താഴേക്ക് തരും. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുന്നു, നമുക്ക് എന്ത് ചെയ്യുന്നു, 4 മാർക്കിന്റെ ചോദ്യങ്ങൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് തൊട്ട് താഴെയായിട്ട് 4 മാർക്കിന്റെ ചോദ്യങ്ങൾ തരുന്നു. അത് കഴിഞ്ഞിട്ട് 4 മാർക്കിൽ എന്ത് ചെയ്യും, അവിടെ വൈൻഡപ്പ് ചെയ്യും. ഏറ്റവും അവസാനത്തെ ചോദ്യം കൂടെ ജസ്റ്റ് ഒന്ന് നോക്കിയേക്കാം. മാപ്പിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും. മാപ്പിൽ നിന്ന് നിർബന്ധമായിട്ടും ക്വസ്റ്റ്യൻ ഉണ്ട്. മാപ്പ് നിങ്ങൾക്ക് ഔട്ടർ ലൈൻ മാപ്പ് അവിടെ എക്സാമിനേഷന് തരും. ആ മാപ്പ് നോക്കിയിട്ട് നിങ്ങൾ എന്ത് ചെയ്താൽ മതി, മാർക്ക് ചെയ്താൽ മതി. അത് എങ്ങനെ ചെയ്യണം എന്നുള്ളതൊക്കെ നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. ദെൻ ഇവിടെയാണ് നിങ്ങളുടെ സംശയം എന്ന് പറഞ്ഞാൽ പാർട്ട് ബി. പാർട്ട് ബിയിലെ ഒരു 16ാമത്തെ ചോദ്യം തന്നെ ഇവിടെ നോക്കാം. ഐഡന്റിഫൈ ദ നാഷണൽ ലീഡേഴ്സ് നോൺ ആസ് ലാൽ ബാൽ പാൽ. ലാൽ ബാൽ പാൽ എന്ന് അറിയപ്പെടുന്ന ലീഡേഴ്സ് ആരാണ്? ലാലാ ലജ്പത് റായ്, ബാലഗംഗാധർ തിലക്, വിപിൻ ചന്ദ്രപാൽ. ഓക്കെ, ആൻസർ ഒക്കെ നമുക്കറിയാം. അതല്ലല്ലോ ഇപ്പോഴത്തെ ഡിസ്കഷൻ എന്ന് പറഞ്ഞാൽ. അതേസമയം അല്ലെങ്കിൽ അടുത്തൊരു ചോദ്യം എന്ന് പറഞ്ഞാൽ എക്സ്പ്ലെയിൻ ദ റോൾ ഓഫ് ന്യൂസ് പേപ്പർ ഇൻ ദ ഫോർമേഷൻ ഓഫ് ഇന്ത്യൻ നാഷണലിസം. ന്യൂസ് പേപ്പറിന്റെ ഇന്ത്യൻ നാഷണലിസം ക്രിയേറ്റ് ചെയ്യുന്നതിലുള്ള ന്യൂസ് പേപ്പറിന്റെ റോൾ എന്താന്നുള്ളതാണ്. ഈ ഒരു ക്വസ്റ്റ്യൻ ഒരിക്കലും ഈ പ്രാവശ്യം ഇങ്ങനെ ആവില്ല. കാരണം ഓപ്ഷണൽ ചാപ്റ്റേഴ്സുകൾ എന്ത് കഴിഞ്ഞ വർഷത്തെ പോലെയല്ല, ഈ വർഷം ചെറിയ രീതിയിൽ മാറ്റങ്ങളൊക്കെ വന്നിട്ടുള്ള ചാപ്റ്റേഴ്സുകളാണ്. സോ അതുകൊണ്ട് എന്തില്ല, ഇതേ ഓപ്ഷനുകൾ ആവില്ല. നിങ്ങൾക്ക് കൃത്യമായിട്ട് നമ്മുടെ ഈ പുതിയ പാറ്റേണിൽ തന്നിട്ടുള്ള ഓപ്ഷനുകൾ ഏതാണോ അതേ രീതിയിലായിരിക്കും നിങ്ങൾക്ക് ഉണ്ടായിരിക്കാം. സോ അതിൽ നിങ്ങൾ നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇതിന്റെ ആൻസറും അറിയാം, ഇതിന്റെ ആൻസറും അറിയാമെന്ന് വിചാരിക്കാം. നിങ്ങൾ രണ്ടും എഴുതി വെച്ചിട്ട് ഒരു ബെനിഫിറ്റും ഇല്ല. ഏതെങ്കിലും ഒന്നേ നിങ്ങൾക്ക് എഴുതാൻ പറ്റുള്ളൂ. കാരണം എന്താണ്, 16 എന്ന് പറയുന്ന ചോദ്യത്തിനുള്ള ഉത്തരമാണ് ഈ 2 എണ്ണവും. അപ്പൊ നിങ്ങൾക്ക് 16 എന്ന് മാർക്ക് ചെയ്തിട്ട് ഏതെങ്കിലും ഒന്നേ എഴുതാൻ പാടുള്ളൂ. രണ്ടാമത്തെ നിങ്ങൾക്ക് അവിടെ എഴുതി വെക്കാനുള്ള ചാൻസസ് ഉണ്ടോ? ഇല്ല. അപ്പൊ അതിൽ നിന്ന് എന്റെ മക്കൾ മനസ്സിലാക്കി എടുക്കേണ്ട കാര്യം, ഓപ്ഷണൽ ചാപ്റ്റേഴ്സ് എന്ന് പറയുന്നത് ഇറ്റ്സ് യുവർ ഓപ്ഷൻ. നിങ്ങൾക്ക് ഓപ്ഷൻ ആണ്, അവസരമാണ്. അതുകൊണ്ട് അവിടെ പോയിട്ട് 2 ചാപ്റ്ററും കഷ്ടപ്പെട്ട് പഠിക്കണ്ട എന്നുള്ളതാണ് എന്റെ ഒരു അഭിപ്രായം എന്ന് പറഞ്ഞാൽ. അവിടെ നിങ്ങൾ വളരെ ബുദ്ധിമുട്ടിയിട്ട് പഠിക്കേണ്ട. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള 1-2 പോയിന്റ്സുകൾ മാത്രം എന്ത് ചെയ്യുക, നോക്കിയിട്ട് പോകുക എന്നുള്ളതാണ് ബെസ്റ്റ് എന്ന് പറഞ്ഞാൽ. നിങ്ങൾ അതുപോലെ തന്നെ നോക്കിയോ, 17ാമത്തെ ക്വസ്റ്റ്യൻ ഇവിടെ ഒരു ചോദ്യം, ഇവിടെ 2ാമത്തെ ചോദ്യം. അതിൽ ഏതെങ്കിലും ഒന്നേ എഴുതാൻ പറ്റുള്ളൂ. ഇവിടുന്ന് അങ്ങോട്ട് പാർട്ട് ബിയിൽ വരുന്ന എല്ലാ ചോദ്യങ്ങളും ഇങ്ങനെയാ. എല്ലാ ചോദ്യങ്ങളും ഇങ്ങനെ നോക്കുക. 18ാമത്തേലും ഇവിടെ 2 ചോദ്യങ്ങൾ, 19 2 ചോദ്യം. അതുപോലെ തന്നെ ഇനി ഏറ്റവും അവസാനമായിട്ട് എന്റെ മകൾക്ക് സംശയം വരുന്ന സാധനമാണ്, സാർ SA ക്വസ്റ്റ്യൻ എന്തായിരിക്കും? SA ക്വസ്റ്റ്യൻ സിറ്റുവേഷൻ നോക്കാൻ നിങ്ങൾ നോക്കിക്കോ. ഇന്ത്യ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇന്റർനാഷണൽ ഡേറ്റ് ലൈൻ ആണ് 5 മാർക്കിന് SA ആയിട്ട് എന്ത് ചെയ്ത് ജിയോഗ്രഫിയിൽ ചോദിച്ചത്. അതേസമയം തന്നെ നമ്മൾ എന്ത് ചെയ്തു, സെക്കൻഡ് ചാപ്റ്റർ നോക്കിയാണ് നമുക്ക് ആക്ച്വലി ചോദിച്ചത് ലോക്കൽ വിൻസ്. അഥവാ നമ്മൾ എന്ത് ചെയ്യാണ്, ലോക്കൽ വിൻസിനെ കുറിച്ചിട്ടായിരുന്നു, പശ്ചിമവാദങ്ങളെ കുറിച്ച്, നമ്മൾ ലോക്കൽ വിൻസിനെ കുറിച്ചായിരുന്നു ആക്ച്വലി എന്ത് ചെയ്ത്, പ്രാദേശികവാദങ്ങളെ കുറിച്ചാണ് ആക്ച്വലി ചോദിച്ചത്. ലൂ ചിനൂക്ക് തുടങ്ങിയിട്ട് 2 ഇതിൽ 2 ഏതെങ്കിലും ഒരു SA എഴുതിയാൽ മതി. ഇനിയിപ്പോ നമ്മുടെ ഹിസ്റ്ററിയിൽ അതാണ് ഏറ്റവും കൂടുതൽ മാർക്ക് SA ചോദിക്കുക. 6 മാർക്ക് SA ചോദിക്കുന്ന ഭാഗം എന്ന് പറഞ്ഞാൽ ഹിസ്റ്ററിയിലാണല്ലോ ഉള്ളത്. അവിടെ നിങ്ങൾ നോക്കുക, ഫസ്റ്റിലെ ചാപ്റ്റർ ആയിട്ട് അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ് എന്നുള്ള ചോദ്യമാണ് ഈ കാണുന്നത്. അതുപോലെ തന്നെ ഇവിടെയാണെങ്കിൽ നമുക്ക് ഏതാണ്, സെക്കൻഡ് വേൾഡ് വാർ. സോ
2024 വന്ന ചോദ്യ പേപ്പറാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നത്. 2024 കഴിഞ്ഞ വർഷം വന്ന ചോദ്യ പേപ്പറാണ് കാണിച്ചു തന്നത്. ഇതേ പാറ്റേണിൽ തന്നെയായിരിക്കും ഈ കൊല്ലത്തെ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടായിരിക്കുക. സോ ഓപ്ഷണൽ ചാപ്റ്റേഴ്സിൽ നിങ്ങൾ ഓപ്ഷനുകളാക്കിയിട്ട് മാറ്റിയിട്ട് തന്നെ നിങ്ങൾ കൃത്യമായിട്ട് എഴുതിയിരിക്കണം. അതിനെ മാറ്റിയിട്ട് സെപ്പറേറ്റ് ചെയ്തിട്ട് തന്നെ എന്ത് ചെയ്യുക, ഒഴിവാക്കിയേക്കാം. അതിനെ നിങ്ങൾ കൃത്യമായിട്ട് എന്ത് ചെയ്യേണ്ട, വളരെ ബുദ്ധിമുട്ടിട്ട് നിങ്ങൾ പഠിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ശരിക്കും 15 ചാപ്റ്റേഴ്സുകൾ പഠിച്ചാൽ മതി. 15 ചാപ്റ്റേഴ്സുകൾ പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് ആക്ച്വലി A+ കിട്ടും. ശരിക്കും A+ കിട്ടാൻ 15 ചാപ്റ്റേഴ്സുകളും വേണ്ട, അതിനേക്കാളും കുറവാണ്. ആ കാര്യങ്ങളെല്ലാം ഇനി വരും ലൈവുകളിൽ നമ്മൾ കൃത്യമായിട്ട് നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്തിരും. ഏതൊക്കെ ചാപ്റ്റേഴ്സിനാണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത്, ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്, അത് എന്തുകൊണ്ട് അങ്ങനെ പഠിക്കണം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം വരും ലൈവുകളിലൊക്കെ ആയിട്ട് ആക്ച്വലി ഡിസ്കസ് ചെയ്യാം. സോ മനസ്സിലായല്ലോ, മെയിൻ എക്സാമിനേഷന്റെ സെയിം പാറ്റേണിലാണ് മോഡൽ എക്സാമിനേഷനും. സോ ഓപ്ഷണൽ ചാപ്റ്റേഴ്സ് ഒഴിവാക്കിയിട്ട് മോഡൽ എക്സാമിനേഷനും വേണ്ടി പഠിച്ചാൽ മതി. അല്ലാതെ എന്ത് ചെയ്യണ്ട, കഷ്ടപ്പെട്ടിട്ട് പഠിക്കണ്ട. ആ കൺഫ്യൂഷൻ മാറിയല്ലോ. സോ അതുപോലെ തന്നെ 2 ചാപ്റ്ററും കൂടെ ഒരുമിച്ച് പഠിക്കണോ, അതും വേണ്ട. ഓപ്ഷണൽ ചാപ്റ്റർ ആയിട്ട് തന്നെ എന്ത് ചെയ്യാം, മാറ്റിയേക്കാം. കമ്പൽസറി ചാപ്റ്റർ ഒരു കോംപ്രമൈസും ഇല്ല. യു ഷുഡ് സ്റ്റഡി ദോസ് ചാപ്റ്റേഴ്സ് കമ്പൽസറി. സോ ഐ ബി വൈൻഡ് അപ്പ് ഹിയർ. ഈ ഡൗട്ടുകൾ ഇനി നിങ്ങൾക്ക് വരരുത്. ഈ ഡൗട്ടുകൾ നിങ്ങൾ ചോദിക്കുന്ന നിങ്ങളുടെ ഏതെങ്കിലും ഫ്രണ്ട്സുകൾ ഉണ്ടെങ്കിൽ അവർക്ക് എല്ലാവർക്കും എന്ത് ചെയ്യാം, ഈ ഒരു വീഡിയോ വേഗം തന്നെ അയച്ചു കൊടുക്കുക. അവരോട് പറയാം, ഇതിന് തീരുമാനം എന്ത് ചെയ്തിട്ടുണ്ട്, ഫൈസൽ സാർ ഇവിടെ പറഞ്ഞു തന്നിട്ടുണ്ട്. ഇനി നിങ്ങൾ പേടിക്കണ്ട, ഇനി നിങ്ങൾ പഠിച്ചാൽ മാത്രം മതി. ഓൾ ദ ബെസ്റ്റ്.